ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളടക്കം 5 പേരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എക്സൈസ് ഇന്നലെയാണ് നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഇവർ ഹാജരാകണം. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെ അടക്കം ചോദ്യം ചെയ്യും. അവർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഷാജഹാനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷാജഹാൻ, കഴിഞ്ഞ ദിവസം ഈ തസ്ലിമയെ ഈ സ്ഥലത്തൊക്കെ എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വലിയ രീതിയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ, അതായത് താരങ്ങളുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്നായിരുന്നു പറയുന്നത്. എന്തായാലും പക്ഷേ ഇതിലൊന്നും വിശ്വാസം വന്നിട്ടില്ല അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് നിലവിലെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷാജഹാൻ, തീർച്ചയായിട്ടും ഭദ്ര അതുതന്നെയാണ് കാര്യം. എക്സൈസിനെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ സാങ്കേതിക തെളിവുകളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞു. ഇവർ സിനിമാ മേഖലയിലുള്ളവരുമായിട്ട് വാട്സപ്പ് ചാറ്റിലൂടെ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളൊക്കെ ലഭിച്ചു. ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല, മറ്റ് പല തരത്തിലുള്ള ബിസിനസ്സുകളും ഇത്തരം സിനിമാ മേഖലകളിലുള്ളവരുമായിട്ട് ഇവർക്കുണ്ടായിരുന്നു. തസ്ലിമയ്ക്കും അതോടൊപ്പം സുൽത്താനുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ തസ്ലിമ നേരത്തെയും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിലൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഈ സിനിമാ താരങ്ങളുടെ പേര് നൽകിയിരുന്നു. പക്ഷേ അത് കാര്യമായിട്ടന്ന് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല എക്സൈസ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ടെലിഫോണും അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 2 പേരെയും ചോദ്യം ചെയ്യാനായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് 3 പേരെ കൂടി, കാര്യം ഇത് ഒളിപ്പിച്ച് വെച്ചതും ഇത് ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വന്നതിന് ശേഷം മറവ് ചെയ്ത ഇത്തരം കുറച്ച് ആൾക്കാരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള ഈ 3 പ്രതികളുമായിട്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തന്നെ എക്സൈസ് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം എല്ലാം തന്നെ എക്സൈസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവരെ 3 പേരെയും ഇപ്പോഴും ചോദ്യം ചെയ്ത് വരികയാണ്. പരസ്പരം എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ ഒറ്റയ്ക്കൊക്കെ ആയിട്ടാണ് ചോദ്യം ചെയ്തു വരുന്നത്. കാര്യം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ 3 പേരും പറയുന്നത്, എക്സൈസിനെ തെറ്റിദ്ധരിപ്പിക്കുക. പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെയാണ് എക്സൈസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് തിങ്കളാഴ്ച ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോമിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവർ തിങ്കളാഴ്ച രാവിലെ തന്നെ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് എക്സൈസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭദ്ര. ശരി ഷാജഹാൻ, എന്തായാലും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ വളരെ കൃത്യമായ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. സിനിമാ താരങ്ങളടക്കം 5 പേർക്കാണ് നിലവിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ ഷൈൻ ടോം ചാക്കോയും ഒപ്പം ശ്രീനാഥ് ഭാസിയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവർ ഹാജരാകണം എന്നാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്.